ഹായ് ഫ്രണ്ട്സ്, ദീപാവലി സ്വീറ്റ് ബോക്സിൽ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കളർഫുൾ ബർഫിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇതൊരു മൈദ ബർഫിയാണ്. മൈദയിൽ കുറച്ച് കളേഴ്സൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫ്ലേവേഴ്സിലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ അട്രാക്റ്റീവുമായിട്ടുള്ള ഈ ഒരു സ്വീറ്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മൈദ ബർഫി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിൻ നെയ്യും യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഏത് കപ്പിലാണോ നെയ്യ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ 1 കപ്പ് മൈദ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് നെയ്യിന് 1 കപ്പ് മൈദ മാവ് എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മൈദയുടെ റോസ് സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഈ മൈദയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇതേ സമയം തന്നെ നമുക്ക് മറ്റൊരു അടുപ്പിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൂടെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മറ്റൊരു പാനിലേക്ക് നേരത്തെ അളന്നിരുന്ന അതേ കപ്പിൽ 1.5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഇതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ യോജിച്ച് വരും. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് കട്ടിയായി തുടങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഏത് കളറാണോ വേണ്ടത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്നിൽ റെഡ് കളറും ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിൽ ഓറഞ്ച് ഫുഡ് കളറും കുറച്ച് റോസ് വാട്ടറും കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസോ ഏലക്കാപ്പൊടിയോ അതല്ലെങ്കിൽ റോസ് എസൻസോ റോസ് വാട്ടറോ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു ഫ്ലേവറോ അതല്ലെങ്കിൽ കോമ്പിനേഷൻസ് ആയിട്ടോ പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ 2 ബൗളിലേക്കും കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാലൻസ് ഉള്ള കളർ ചേർക്കാത്ത മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒന്ന് കട്ടിയായി വരും. കട്ടിയായതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അത് സ്കിപ്പ് ചെയ്യരുത്. അതാണ് നമ്മളുടെ ബർഫിക്ക് കറക്റ്റ് ഒരു ടെക്സ്ചർ കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് മാറ്റി വെച്ചിരിക്കണം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാനിവിടെ ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവിയുടെ ബാക്ക് സൈഡോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ റെഡ് കളറിലുള്ള മാവും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കട്ടിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഓറഞ്ച് കളറും റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് റെഡ് കളർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലേക്ക് ഓറഞ്ച് കളറും കൂടെ വെച്ച് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് വിട്ട് വരും. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ തന്നെ സ്ക്വയർ ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യാം, പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ടെക്സ്ചർ എത്രമാത്രം പെർഫെക്റ്റായി വന്നിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ശരിക്കും കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണുള്ളത്. ഇത് സെറ്റായിട്ടുണ്ട്. ഹാർഡാണ്, പക്ഷേ എങ്കിലും ഒരുപാട് ഹാർഡല്ല, നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഹാർഡല്ല. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതായി ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാ സ്വീറ്റ്സും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മൈദ ബർഫി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത്. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.